നമസ്കാരം. കേരളീയ സമൂഹത്തിലേറെ ശ്രദ്ധേയമായ പഴയ രണ്ട് മതംമാറ്റ കേസുകളിലൊന്നാണ് മാധവിക്കുട്ടി മതം മാറി കമല സുരയ്യയായത്. നിയമസഭയിൽ നടന്ന ഒരു പരാമർശത്തിന്റെ പേരിലാണ് മാധവിക്കുട്ടി വിഷയം ഏറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ബഹുജന ശ്രദ്ധയിലേക്ക് വന്നത്. 2024 ഒക്ടോബർ മാസം തുടക്കത്തിലാണ് കേരള നിയമസഭയിൽ പ്രക്ഷുബ്ധമായ ആ രംഗങ്ങൾ അരങ്ങേറുന്നത്. ലീഗ് നേതാക്കളായ PK ബഷീർ, നജീബ് കാന്തപുരം, ഇടത് സ്വതന്ത്രൻ KT ജലീൽ തുടങ്ങിയവർ തമ്മിലായിരുന്നു പോര്. മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പരാമർശമായിരുന്നു വിഷയം. ഞാൻ CH മുഹമ്മദ് കോയയുടെ എല്ലാ ലേഖനങ്ങളും പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട്. PK ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും. ഇങ്ങനെയാണ് KT ജലീൽ ഒരു പരാമർശം നടത്തിയത്. ഈ പരാമർശത്തോടുകൂടി തുടക്കം കുറിച്ച പോരിനിടയിൽ ജലീലിന്റെ നാവിൽ നിന്നും മാധവിക്കുട്ടിയുടെ മതം മാറ്റ പരാമർശവും പുറത്തു ചാടി. ഇതോടെ വിഷയം പുറത്തെത്തി. ഹിന്ദുത്വ ആഭിമുഖ്യമുള്ള മാധ്യമങ്ങൾ വിഷയമങ്ങ് ഏറ്റെടുത്തു. സമദാനിയുടെ ഭാഗത്തു നിന്നും നടന്നത് വലിയ കുറ്റകൃത്യമാണ് എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തവർ ഒന്നടങ്കം പറഞ്ഞത്. ബലാത്സംഗം, വിവാഹ വാഗ്ദാനം നടത്തി പറ്റിക്കുക, ചതിച്ചു മതം മാറ്റുക തുടങ്ങിയവയാണ് പ്രധാനമായും പുറത്തുവന്ന ആരോപണങ്ങൾ. AP അഹമ്മദ് മാഷായിരുന്നു ആദ്യം പ്രതികരിച്ചയാൾ. ഒടുവിൽ മാധവിക്കുട്ടി നിയമസഭയിലും എന്ന ശീർഷകത്തിൽ തന്റെ ഫേസ്ബുക്ക് വാളിൽ എഴുതിയ കുറിപ്പിൽ മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിൽ നടന്ന കുറ്റകൃത്യം കേരളീയ സമൂഹം മൂടിവെച്ചുവെന്ന് മാഷ് ആരോപിച്ചു. ഈ വിഷയത്തിൽ 2024 ഒക്ടോബർ 9 AP അഹമ്മദ് മാഷ് പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ്: മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിന് പിന്നിൽ നടന്ന കുറ്റകൃത്യങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ട് മൂടിവെക്കുന്ന കപട സമൂഹമാണ് മലയാളി. ഇപ്പോഴത്തെ ഈ സംഭവത്തിന് 1/4 നൂറ്റാണ്ട് തികയുമ്പോൾ കേരള നിയമസഭയിൽ ആ വിശ്വപ്രതിഭയുടെ വിലാപം ഒരു സാമാജികന്റെ ഗർജനമായി മുഴങ്ങിയിരിക്കുന്നു. തീർത്തും അപക്വവും അനുചിതവുമായ വാഗ്വാദങ്ങൾക്കിടയിലാണ് സഭയിൽ മാധവിക്കുട്ടി കടന്നു വന്നത് എങ്കിലും അടച്ചിട്ട സത്യങ്ങൾ ഏതെങ്കിലും കലാപവേളയിൽ കൂടുപൊട്ടിച്ചു പുറത്തിറങ്ങുമെന്ന് തെളിഞ്ഞു. മാധവിക്കുട്ടിയെ വഞ്ചിച്ചു മതം മാറ്റിയ കേസിന്റെ വക്കാലത്ത് BJP നേതാവ് ശ്രീധരൻ പിള്ളയെ ഏൽപ്പിച്ചതിലൂടെ ആരൊക്കെയാണ് സമദാനിയെ ഒറ്റിയത് എന്നും അദ്ദേഹം ചോദിച്ചു. സഭ എന്നോ കേൾക്കാൻ കാത്തിരുന്ന ചോദ്യമായിരുന്നു അതെന്ന് ജലീലിന് കിട്ടിയ ആരവങ്ങൾ തെളിയിച്ചു. ഇതായിരുന്നു അഹമ്മദ് മാഷിന്റെ വാക്കുകൾ. അടുത്ത ദിവസം ABC മലയാളത്തിന്റെ ചർച്ചയിൽ AP അഹമ്മദ് മാഷ് പങ്കെടുത്തു. ഇത് സംബന്ധിച്ച് ഏതാനും പുതിയ അവകാശവാദങ്ങളോടെയാണ് അന്ന് ചർച്ച തുടങ്ങിയത്. അവസാന കാലത്ത് പൂർവ്വ മതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് പുസ്തകത്തിലുണ്ട്. അവസാന കാലത്ത് പർദ്ദ വലിച്ചെറിഞ്ഞു. ലീല മേനോനെയും കവി വിജയലക്ഷ്മിയെയും വിളിച്ചു വരുത്തി ശ്രീകൃഷ്ണ സ്തോത്രം ചൊല്ലിച്ചു. മക്കൾ വന്നാണ് വീണ്ടും പർദ്ദ ഇടിപ്പിച്ചത്. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയാൽ ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷെ തിരിച്ചിങ്ങോട്ട് വന്നാൽ അത് ഞങ്ങളെയും ബാധിക്കുമെന്ന് മക്കൾ പറഞ്ഞു. അവർ ഭീരുക്കളാണ്, അതും പുസ്തകത്തിലുണ്ട്. അവരെ ചതിച്ച രീതി അതിക്രൂരമാണ്. സമദാനിയുടെ റിസോർട്ടുണ്ട്, സർക്കാർ ചിലവിലുണ്ടാക്കി സ്വന്തമാക്കിയതാണത്. അഴിമതിയുടെ ആൾ രൂപമാണ്. ആ റിസോർട്ടിൽ കൊണ്ടുപോയി ചാലിയാറിന്റെ പടവിലിരുത്തി ബലാത്കാരം ചെയ്തുവെന്ന് പുസ്തകത്തിൽ പറയുന്നു. ഗ്രീൻ ബുക്സ് ഈ പുസ്തകം മലയാളത്തിലാക്കിയപ്പോഴാണ് സമദാനി ശ്രീധരൻ പിള്ള വക്കീൽ വഴി നോട്ടീസ് അയച്ചത്. ഇങ്ങനെയൊരു കേസിൽ ശ്രീധരൻ പിള്ളയെ വക്കാലത്തേൽപ്പിക്കുമ്പോൾ നൈതികത നോക്കണം. മാധവിക്കുട്ടിയെ അപമാനിച്ച ഒരാളുടെ കേസ് ശ്രീധരൻ പിള്ള എടുക്കാൻ പാടില്ലായിരുന്നു. അതിലുണ്ടായ ഇടപാടുകളെക്കുറിച്ച് എല്ലാ കാലത്തും ചർച്ചയുമുണ്ടായി. അത് വിളിച്ചു പറയാനും ഇപ്പോൾ ആളുണ്ടായി. ശ്രീധരൻ പിള്ള മുഖ്യസ്ഥാനത്തുണ്ടാകുമെന്നറിയാവുന്നത് കൊണ്ടാണ് BJP ഇത് ഏറ്റെടുക്കാത്തത്. ലീഗ് നേതാവിൻ്റേത് കൊടിയ കുറ്റകൃത്യം തന്നെയാണ്. ഇനി സമദാനിക്ക് മിണ്ടാതിരിക്കാനാവില്ല. സമർത്ഥമായ മൗനം കൊണ്ട് രക്ഷപ്പെട്ടു പോയ കേസാണ്. അതിനി നടക്കില്ല. 25 കൊല്ലത്തിന് ശേഷം കേസ് നിയമസഭ ഏറ്റെടുക്കുകയാണ് എന്നും അഹമ്മദ് മാഷ് പറഞ്ഞു. AP അഹമ്മദ് മാഷിന്റെ 2018 പ്രസംഗത്തിലും ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി തന്നെ പറയുന്നുണ്ട്. 2018 AP അഹമ്മദ് മാഷ് നടത്തിയ ആദ്യ വെളിപ്പെടുത്തൽ പിന്നീട് മറുനാടൻ മലയാളി പുനഃപ്രക്ഷേപണം ചെയ്തു. സമദാനി എന്ന ഭീകരനെന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു AP അഹമ്മദിന്റെ അന്നത്തെ പ്രസംഗം. ചേകന്നൂർ മൗലവിക്ക് വേണ്ടി വലിയ ഒച്ച വെച്ച് എത്ര പേർ മാധവിക്കുട്ടിക്ക് വേണ്ടി ശബ്ദിച്ചു. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആഗോള കച്ചവടത്തിന്റെ മതപരിവർത്തനം എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ നേതാവ് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവും MP യുമാണ് എന്ന് ചരിത്രം പകൽ വെളിച്ചം പോലെ വിളിച്ചു പറയുമ്പോൾ
ലീല മേനോൻ ചങ്ക് പൊട്ടി പറഞ്ഞു നോക്കി, കേട്ടില്ല. ഇപ്പോൾ കനേഡിയൻ എഴുത്തുകാരി മെർലിൻ വിസ്ബോർഡ് 10 വർഷം അവരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്ത ആത്മസുഹൃത്താണ്. മാധവിക്കുട്ടി ആരാണോ തത്തുല്യമായ എഴുത്തുകാരിയാണ് മെല്ലി വിസ്ബോർഡ്. നമ്മെപ്പോലെ കാപട്യമില്ലാത്തത് കൊണ്ട് അവരത് തുറന്നെഴുതി. മരിക്കുന്നതിന് മുൻപ് മാധവിക്കുട്ടിയോട് ഇവനാണ് ഭീകരൻ എന്ന് എഴുതട്ടെ എന്ന് ചോദിച്ചപ്പോൾ മരിച്ചു പോയിട്ട് അറസ്റ്റ് ചെയ്തു പോകുന്നത് കാണരുത് എന്ന് മാത്രമാണ്, അതുകൊണ്ട് പേര് മാറ്റണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് സാദിഖ് അലി എന്ന് മാറ്റി എഴുതിയത്. കമലിന് അത്ര പോലും കഴിഞ്ഞില്ല. വേഷമൊക്കെ ഒപ്പിച്ചു കൊടുത്തു, പക്ഷെ പേര് നൽകിയില്ല. അക്ബർ അലിയോ മറ്റോ. അക്ബർ അലിയും സാദിഖ് അലിയുമല്ല. ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളികൾക്ക് എന്താണ് നാക്ക് പൊന്താത്തത്? 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ചാലിയാറിന്റെ തീരത്ത് വെച്ച് പ്രണയാന്തരീക്ഷം ഒരുക്കി ബലാത്കാരം ചെയ്ത് കലഹിക്കുമ്പോൾ കെട്ടിക്കോളാം എന്ന് പറയുക. ഇന്നു മുതൽ 10ാം ദിവസം ഭാര്യയാവും. അതിന് കണ്ടീഷൻ മതം മാറണം. പ്രണയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന ഒരു അത്യുത്തമമായ ജന്മം അതിന് തയ്യാറായി. അവർ മതം മാറാൻ ഏർപ്പാട് ചെയ്തു. പാളയം ഇമാമിനെ വിളിച്ചു. തിരുവനന്തപുരം സൗത്ത് പാർക്കിൽ ഡിന്നർ ബുക്ക് ചെയ്തു. കേരളത്തിൽ ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത ലവ് ജിഹാദ് എന്ന വിശേഷണത്തോടെയാണ് ABC മലയാളം, മറുനാടൻ മലയാളി, ജനം എന്നീ ചാനലുകളെല്ലാം തന്നെ ഈ വിഷയം അന്ന് ചർച്ച ചെയ്തത്. ഹിന്ദുവിനെ ഒറ്റിയ കഥ ജലീൽ പറയുന്നു എന്ന ശീർഷകത്തിൽ ABCയിൽ നടന്ന ചർച്ചയിൽ അവതാരകനൊപ്പം KT ജലീലും പങ്കുകൊണ്ടു. 2018 മതമാറ്റം, മതനിരപേക്ഷത എന്ന വിഷയത്തിൽ എടക്കരയിൽ നടന്ന സെമിനാറിൽ താൻ ഈ വിഷയം പറഞ്ഞതോർത്തുകൊണ്ടാണ് അഹമ്മദ് മാഷ് അന്ന് ആ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്.